ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു HCD ഷേക്ക് എക്സ്റ്റൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് ഷ്യാം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി പാലൂർക്കാവിലുള്ള ആളാണ്. പുള്ളി ഗൾഫിലായിരുന്നു. നമുക്ക് കൊണ്ടുവന്നാണോ? അന്ന് കൊണ്ടുവന്ന സെറ്റാണ്. ഇത് കേടായി പോയിട്ട് പല ആൾക്കാരെ കാണിച്ചപ്പോൾ എന്നാ പറഞ്ഞേ? ഐസി പോയതാണെന്നാ പറഞ്ഞത്. അപ്പം ഐസി പോയിട്ടില്ലായിരുന്നല്ലോ, നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ചെയ്ത്. അപ്പോൾ ഐസി പോകാത്ത ഇത് സാരി ഉണ്ടാകുന്ന ഇനി ഞാൻ പറഞ്ഞു തരികയില്ല, ആർക്കും പറഞ്ഞു തരികയില്ല. നിങ്ങൾ കമൻ്റ് അടിച്ചെന്നെ കൊല്ലാനല്ലേ, അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും ഇനി ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിന് മനസ്സിലായി, എൻ്റെ കസ്റ്റമർക്ക് മനസ്സിലായി, എനിക്കും മനസ്സിലായി, നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പോൾ ഷേക്ക് എക്സ്റ്റൺ പണി തീർന്നിട്ടുണ്ട്, സെറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇതാണ്ട് കൗണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നോക്കിയാൽ മതി, ഇത് കൗണ്ട് ചെയ്യുന്നുണ്ട്. സകല വർക്കും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഐസി പോയി, മറ്റേ പോയി, മറിച്ചേ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോയ സാധനങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് വേണം. ഞാൻ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ JBLൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ അവിടെ ഇരുന്ന് ഇന്ന സാധനം പോയെന്ന് പറഞ്ഞല്ലോ. ഇത് എക്സ്പീരിയൻസ് വെച്ച് ഇന്ന സാധനം പോയെന്ന് പറഞ്ഞിട്ട് മാറിക്കോളാമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, പണി അറിയത്തില്ലെന്ന് പറഞ്ഞ് കുറേ എന്നാ കിഴങ്ങാമണിയന്മാർ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടോ, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ നമ്മുടെ ചാനൽ കാണുകയും നമുക്ക് കമൻറ്റ് ഇടുകയും ചെല്ലുന്തോളം നമ്മുടെ റീച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത് തുടരുക, ഇനിയും തുടരുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് വസ്തുതയ്ക്ക് നിരക്കാത്തതാകുമ്പോൾ ആൾക്കാർ നിങ്ങളെ കുറച്ച് കാണും. കാരണം കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, അവൻ ഇടട്ടെ. കാരണം അവൻ്റെ കൊച്ചിൻ്റെ മോന്തയും അവൻ്റെ ഭാര്യയുടെ മോന്തയും അവൻ്റെ അമ്മയുടെ മോന്തയും അപ്പൻ്റെ മോന്തയും വെച്ചിട്ടുള്ള അവൻ്റെ സൈറ്റിൽ നിന്ന് അവൻ പാർലമെൻ്ററി അല്ലാത്ത വാക്കുകൾ കൊണ്ട് കമൻ്റ് ഇടുമ്പോൾ ശരിക്കും എന്നെയാണോ മോശമാക്കുന്നത്, അവനെയാണോ? അവനെയല്ല മോശം, അവൻ്റെ സ്റ്റാൻഡേർഡല്ല അവിടെ കിട്ടുന്നത്, അവൻ ആരാന്നുള്ളതല്ലേ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും അങ്ങനെയുള്ള കമൻറ്റുകൾ കേട്ടാ. അപ്പോൾ ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളൊക്കെ മുടിക്കാതെ കൊണ്ടുവന്നാൽ ഞാൻ ശരിയാക്കി തരാം. അവിടെ അറ്റത്തും മുറ്റത്തും മുടിച്ച് കുളം തോണ്ടി കൊണ്ടുവന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ഇപ്പം സാറ് പറഞ്ഞ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലേ, ചെയ്യണ്ടെന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് സാധനം റെഡിയായി. അപ്പം ഇത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. അപ്പോൾ ഷ്യാമെ, ഇനിയും കാണാം. പാലൂർക്കാവിനൊക്കെ വരുമ്പോൾ അന്വേഷിക്കുക. ഓക്കെ, താങ്ക് യു. പാക്ക് ചെയ്തോ.